ഇത് കണ്ടാ എനിക്ക് എന്നെ കണ്ണാടി കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, ആലോചിച്ച് നോക്ക്, രണ്ട് ഞാൻ. അൺബിലീവബിൾ. ഓ, ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ എന്റെ IQ ലെവൽ 1000+ ആവും ഇപ്പൊ. എന്താ എന്തുണ്ടായ ഏർത്തിക്കൊക്കെ ഇപ്പൊ എന്താ ഏർത്തിക്കൊക്കെ ഉണ്ടായേ? എന്തോ സൗണ്ട് കേട്ടോ അവിടുന്ന്, എനിക്ക് തോന്നിയതാണോ? നമ്മളിപ്പോ അവിടെ പോയിട്ട് എന്താ സൗണ്ട് കേട്ടേ നോക്കണം. ഹേയ് ചോപ്പ് ചാപ്പ് ചാപ്പ്. ചില സമയത്ത് ചോപ്പിന് എന്നെ മൈൻഡേ ഇല്ല, കാരണം കുറെ ദിവസമായിട്ട് ഞാൻ ചോപ്പിനെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഒരു സ്ഥലത്ത് പോയിക്കായിരുന്നു, ഇപ്പഴാ തിരിച്ചു വന്നേ. ഇനിയോട്ട് ഞാൻ ചോപ്പിനെ ഡെയിലി മൈൻഡ് ചെയ്യും. ചോപ്പ്, നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്താ വേണ്ടേ? പുറത്ത് ആരോ എന്തോ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ അത് പോയിട്ട് നോക്കണം ഇപ്പൊ. നീ വരുമോ ചോപ്പ്? വരില്ലേ? ചോപ്പ് എന്നെ ഫോളോ ചെയ്യും, എന്നെ ഇപ്പൊ ഫോളോ ചെയ്യും, എന്നെ ഇപ്പൊ ഫോളോ ചെയ്യും. പുറത്തെന്തോ സീൻ ഉണ്ടായിട്ടുണ്ട്. വാ വാ വാ. ഇതെന്താ വരാത്തെ? ചോപ്പേ ഒന്ന് ഫോളോ ചെയ്യും. എന്തോ ഒരു സൗണ്ട് കേട്ട് ഞാൻ മേളിന്ന്. എന്നെ ഫോളോ ചെയ്യടാ പ്ലീസ്. ഞാൻ വിളിച്ചാ വരികയില്ല. എന്ത് ചോപ്പ് ഇത്? മേളോട്ടാ മേളോട്ടാ മേളോട്ടാ. എന്താ സൗണ്ട് ഉണ്ടായ നോക്കണം. എന്താ സൗണ്ട്? വേ, ഇതെന്തുവാ? ഇതെന്തുവാ? ഇത്ര വലിയ ബിൽഡിംഗ് ആണ് മേള്. വാ, എന്റെ കാറും കത്തിയാ. ഇതെന്താ ഇത് താഴെ വീണപ്പോ എന്റെ കാറും ഇവിടെ ഉണ്ടായിരുന്ന കത്തിയാ. ഓ, ഫയർ ഓഫീസേഴ്സ് നിങ്ങളൊക്കെ ഇപ്പളാ വരുന്നത്? ഇവിടെ എന്റെ കാർ കത്തി കഴിഞ്ഞു. എന്റെ വണ്ടി മൊത്തം കത്തി കഴിഞ്ഞിട്ട് ഇവര് വരുന്നു. ഫയർഫോഴ്സിന്റെ ടൈമിങ് കത്തുന്നതിന് മുമ്പേ വരണ്ടേ? എന്താ ഇവരിങ്ങനെ? നമ്മളിപ്പോ ഇതെന്താന്ന് നോക്കണ്ടേ? ഇതെങ്ങനെ ഈ വീട്ടിന്റെ മുകളിൽ വന്നേ? ഇതിൽ ഈ കണ്ടെയ്നർ അനങ്ങുന്ന പോലെ ഉണ്ടാ? എനിക്ക് തോന്നിയാ, നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് ഈ കണ്ടെയ്നർ ഒറ്റക്ക് അനങ്ങുന്നത്. എനിക്കറിയില്ല, ഈ കണ്ടെയ്നറിന് ജീവനുണ്ടാ? ഇത് വേസ്റ്റ് ബിന്നല്ലേ? വേസ്റ്റ് ബിന്നിന് ഒറ്റക്ക് അനങ്ങാൻ പറ്റുന്ന ജീവനുള്ള വേസ്റ്റ് ബിൻ. ഓ, എനിക്കറിയില്ല ഇതെന്താ സംഭവം എന്ന്. ഈ സാധനം വീണ് കഴിഞ്ഞിട്ട് വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സംതിങ് ഫിഷി. നമുക്ക് എന്താന്ന് കണ്ടുപിടിക്കാം. മുകളിലോട്ട് കയറാം. നിങ്ങൾക്കറിയാം, ഇങ്ങനെ എന്തേലും ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ഒരു വലിയ സംഭവം ഉണ്ട്, മനസ്സിലായില്ലേ? എന്തൊരു വലിയ സംഭവം ഇന്ന് നടക്കും. കയറി നോക്കാം. ഓ, സെറ്റ്. ഇതെന്താ? എനിക്കെന്തോ കാണാൻ പറ്റുന്നുണ്ട്. മങ്കീസ് പാരഡൈസാ. എന്നിട്ടൊരു മങ്കിയുടെ പിക്ചറാ. എനിക്ക് ഇതിനു മുമ്പേ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല. പച്ച കളർ മഞ്ഞ നീല. ഇതൊരു ഡോറ ബുജ്ജി ടൈപ്പ് മങ്കീസ് പാരഡൈസ് എന്ന് പറയുന്ന ഏതൊരാളാന്ന് തോന്നുന്നു. ആലോചിക്കട്ടെ. ഇത്ര ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒരു പോസ്റ്ററാണ്. നമ്മളെന്തിനാ കൺഫ്യൂഷൻ അടിക്കുന്നത്? അപ്പുറത്തെ സൈഡിൽ ഡോർ ഉണ്ടോ നോക്കാം. എന്തെങ്കിലും ഡോർ ഉണ്ടോ നോക്കാം. ഇവിടെ ഒരു വലിയ ബ്രിക്ക്. ഇതെന്താ? ഞാൻ കാണുന്നത് തന്നെയാണോ നിങ്ങൾ കാണുന്നേ? പെയിന്റിങ് അല്ലേ ഇത്? എനിക്കിത് എങ്ങനെയും തുറക്കണം. ഇതിപ്പോ എങ്ങനെയെങ്കിലും ഇതിന്റെ ഉള്ളിൽ കയറണം. ഇത് പൊട്ടിക്കാം. എൻ്റെ സാധനങ്ങളുണ്ട് പൊട്ടിക്കാൻ. ഗണ്ണുണ്ട്. പൊട്ടിക്ക്. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ സംഭവം എന്ന് അറിയണം. ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എവർ, ഷോട്ട് ഗൺ. ഇത് വെച്ച് ഒറ്റ ബുള്ളറ്റ് വെച്ചാൽ മതി, ഇത് ഫുള്ളി പൊട്ടിപ്പോവും. കണ്ടോ? ബൂം ബൂം ബൂം. ചില സമയത്ത് പൊട്ടത്തില്ല. എനിക്കറിയില്ല, എന്നെ തന്ന ഗണ്ണെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. എന്നെ എല്ലാ ഷോപ്പത്തെ ആൾക്കാരെല്ലാം പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ തന്ന ഗണ്ണൊന്നും വാക്കാവുന്നില്ല. ഈ RPG ഓർക്കാവോ? ഓ, പൊട്ടിയില്ല. ഇത് തന്നെ പറ്റിച്ചതാ. എനിക്ക് കിട്ടുന്ന ഗണ്ണ് മാത്രം എന്താ ഒന്നിലും വർക്കാവാത്ത ഗണ്ണുകള്. ഇപ്പത്തെ സൈഡിൽ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. എന്തേലും ഒരു വഴി ഇല്ലാതിരിക്കൂല. നമുക്ക് ഇതിന്റെ ഉൾഭാഗം കാണാനുള്ള എന്തെങ്കിലും വഴി. ഓ, ഇതൊരു ഡോർ, ഒരു സീക്രട്ട് ഡോർ. അവിടെ രണ്ടിടത്തും ഇല്ല, അപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സീക്രട്ട് ഡോറാ. വോ, ഈ സീക്രട്ട് ഡോർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എന്താന്ന് എനിക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ എന്തോ റെയർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പവർഫുൾ ഡോർ വെക്കൂല. IQ. എനിക്കിതിപ്പോ തുറക്കാൻ എന്തേലും വഴി കണ്ടുപിടിക്കണം. ഇതൊരു ഈ സാധനല്ലേ, മനസ്സിലായില്ലേ? ഈ സാധനം എന്താ ഇതിനെ പറയാ? ഈ ഡോറിന്റെ എൻഡിലുള്ള പിടിക്കുന്ന സാധനം ലോക്കല്ലേ? ഈ ലോക്ക് തുറക്കാൻ ഒരു പിസ്റ്റലിന്റെ ആവശ്യമുള്ളൂ. പിസ്റ്റൽ വെച്ച് തുറക്കാൻ പറ്റാത്ത ലോക്ക് ഉണ്ടോ? ഇല്ല. ആ, ഈ ലോക്ക് തുറക്കാൻ പറ്റില്ല പിസ്റ്റൽ വെച്ചിട്ട്. കുഴപ്പമില്ല, എന്റെ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഉപയോഗിക്കേണ്ട ടൈമായി. RPG. ടാൻ. ഇപ്പൊ ഓക്കെ, ഉള്ളി കയറാം. പാപ്പ ഡോർ തീ എത്തുന്നുണ്ട്. എന്നിട്ട് എന്ത് ഇത് തുറക്കാത്ത? ഇതെന്ത് വെച്ചുണ്ടാക്കിയതാ? മാറി, എനിക്കിപ്പോ തീ വരും. ഇതിവിടെ തീ സ്പ്രെഡ് ആവുന്ന. അയ്യോ, എന്റെ വീട് തീ കത്തുന്നാ. അയ്യോ, ആ ഫയർഫോഴ്സ് പോവുകയും ചെയ്തു. ഇനി ആ ഫയർഫോഴ്സ് വീട് കത്തി കഴിഞ്ഞിട്ട് വരും, നേരത്തെ എന്റെ കാറ് കത്തിയ പോലെ. ഇതെന്താ തീ കത്തുന്ന? ഇതെന്തൊരു പേപ്പറ്? ഇതെന്തൊരു പേപ്പറ്? ഈ പേപ്പർ എടുത്ത് നോക്കട്ടെ. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ടേക്ക് സൂപ്പർ കാർ ഫ്രം പോലീസ് സ്റ്റേഷൻ ടു ഗെറ്റ് ദ കീയാ. അതെന്താ സൂപ്പർ കാർ? ഓക്കെ, സൂപ്പർ കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നേ ആ കാറിൽ എന്തോ സൂപ്പർ പവർ ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാറിൽ സൂപ്പർ പവർ ഉണ്ട്, ആ കാർ എനിക്ക് വേണം. എൻ്റെ 2 വണ്ടി ഇവർ കത്തിച്ചു കളഞ്ഞു. പക്ഷെ എനിക്ക് മൂന്നാമത്തെ ഒരു വണ്ടിയുണ്ട്. ഈ ബിൽഡിംഗ് വന്ന് താഴെ വീണാലും എൻ്റെ എക്സ്ട്രാ ഒരു വണ്ടിയുണ്ട്. അതാ അവിടെ. യോ, ഓറഞ്ച് കളർ. ശരിക്കും ഇത് ഗോൾഡ് ആണ്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് ആയിട്ട് തോന്നും, പക്ഷെ ഇത് ഗോൾഡ് കളർ വണ്ടിയാണ്. ഞാൻ ഗോൾഡ് എന്ന് പറഞ്ഞത് ഉണ്ടാക്കിയത്.
കാണുമ്പോൾ ഓറഞ്ച് പോലെ ഉണ്ടെങ്കിൽ ഇത് ഗോൾഡ് കളർ വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് പോകാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് ലെറ്റ്സ് ഗോ. ഞാൻ കുറച്ച് പാടുപെട്ട എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് മാക്സിമം ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി. യെസ്, ഞാനിവിടെ എത്തി. എങ്ങനെയാലും അതിൻ്റെ ഉള്ളിലോട്ട് കയറണം, ആ കീ എടുക്കണം, ആ സൂപ്പർ കാർ അവിടെയാണ്, അതിൻ്റെ അകത്താണ് കീ. അതുകൊണ്ട് സൂപ്പർ കാർ കണ്ടുപിടിക്കണം. ഇപ്പം കാർ എവിടെ വെക്കുക? ആർക്കും ആലോചിക്കാൻ പറ്റാത്ത ഒരു ലൊക്കേഷനിലാണ് ഈ കാർ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആലോചിക്കട്ടെ, ഇവിടെ വെക്കാം. പെർഫെക്റ്റ്. ഇനി എവിടെയാ ആ സൂപ്പർ കാർ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അത് വലിയ പണി ഉണ്ടാവില്ല, കാരണം സൂപ്പർ കാർ അങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ടുണ്ടാവും. കണ്ടുപിടിക്കാം. എവിടെയുണ്ടോ? ഇവിടെയില്ല. ഇവിടെയുണ്ടോ? ഇവിടെയില്ല. ഷേ, ഇവിടെയുണ്ടോ? ഇവിടെയില്ല. ഇതൊന്നും ഇടത്തില്ലാത്ത സൂപ്പർ കാർ ഇവിടെ എവിടെയില്ലല്ലേ ഉണ്ടാവണ്ടേ? എൻ്റെ ബാക്ക് സൈഡിൽ പോയിട്ട് നോക്കാം. ഇവിടെയുണ്ടോ? ഇവിടെയില്ല. ഇത് ഇവന്മാർ കത്തിച്ച് കളഞ്ഞു. ഇത് എവിടെയുള്ളത്? എനിക്ക് തോന്നുന്ന പേപ്പർ പറ്റിച്ചാണോ അതിനെ? അങ്ങനെ വരാൻ ചാൻസില്ല. അവിടെ എന്താ സൗണ്ട്? മുകളിൽ കുറേ ഓഫീസേഴ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നു. എനിക്കിപ്പോഴാണ് മനസ്സിലായേ, ഇതിനെ മുകളിൽ അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സൂപ്പർ കാർ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് എടുക്കണം. നോർമലായിട്ട് ഒരു ഓഫീസറിനെ പോലെ നടക്കാം. ഓഫീസറിനെ പോലെ നേരെ നടക്കാം, ഒന്നും നോക്കുന്നില്ല, നേരെ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇവിടെയായിരുന്നു ഡോർ. ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റും, പക്ഷെ നമ്മൾ നേരെ നടന്നു പോവുക. ആരും നമ്മളോട് ചോദിക്കുന്നില്ല, ആരും നമ്മളെ കണ്ടില്ല. നമ്മൾ ഇൻവിസിബിൾ. ഞാൻ ഇൻവിസിബിൾ ആയിട്ടാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. എന്നെ ആരും കണ്ടില്ല. കറിക്കോ. ഇതിലല്ലേ? ഇവിടെ ഞാൻ സ്റ്റെപ്പ് അവിടെ പോയി. ഓ, ഇവിടെ മണിക്കാർ ആരും നമ്മളെ കണ്ടില്ല. ഇത് തന്നെയല്ലേ ടോപ്പിലോട്ടുള്ള ഫ്ലോർ? റൂഫ് ആക്സസ്. ഇവർ കണ്ടില്ല. സൈലന്റ് ആയിട്ട് നടക്കാം. ഇവർ കണ്ടില്ല. അയ്യേ, ഇവരൊക്കെ അങ്ങോട്ട് നോക്കി നിൽക്കുക. എന്റെ വിഷയം കാർ ഇതാണ്. സൂപ്പർ കാർ എന്ന് പറഞ്ഞേ. ഈ കാറിനെ എടുക്കണ്ടേ? ഓക്കെ, എടുക്കുക. നൈസ്. വെയിറ്റ്, ഇതെന്നെ പോലീസ് പിടിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് നൈസ് റാമ്പ് അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് എസ്കേപ്പ് ആവാൻ പറ്റി. നമ്മൾ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് പോലീസ് വരുന്നുണ്ട്. അതിന് മുമ്പ് നേരെ എസ്കേപ്പ് ആവാം. നേരെ വീട്ടിലേക്ക് പോവാം. നമ്മളങ്ങനെ പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആയി. യെസ്. പിന്നെ ഞാൻ വിചാരിച്ച എസ്കേപ്പ് ആവാതിരിക്കുമോ? കാർ ഇവിടെ വെക്കണോ, ഉള്ളിൽ കയറ്റി വെക്കണോ? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുന്ന ഏറ്റവും സേഫ്. ചിലപ്പോൾ ഏതെങ്കിലും ഓഫീസർ പോകുമ്പോൾ കണ്ടാലോ. ഈ ഡോറ് തുറക്കാൻ വന്ന് കീ എൻ്റെ കയ്യിലുണ്ട്, അത് യൂസ് ചെയ്യട്ടെ. തുറക്കാം. 3, 2, 1 ഓപ്പൺ. സിംസ് നില്ലേ. ഞാൻ ഈ ഡോറ് തുറന്നപ്പോൾ ഈ മുകളിലുണ്ടായിരുന്ന സാധനം പോയി, പക്ഷെ ഡോറ് മാത്രം തുറന്നില്ല. എൻ്റെ ഇതെന്തോ സാധനം, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്താ ഇത്? ട്രെയിനാ. ആദ്യമായിട്ട് ഒരു ഗരാജിൻ്റെ ഉള്ളിൽ നിന്ന് ട്രെയിൻ കിട്ടുന്നത്. ഈ ബൈക്ക് ഇങ്ങനെ ഹൊറാണ്, ഇത് ഒറ്റക്കനങ്ങുന്നേ. എന്ത് ബൈക്കാ ഇത്? എന്തായാലും ബൈക്കും കുറെ കാറും ഒരു ട്രെയിനും കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ഗരാജ് വിഷയം ഒരു ഗരാജായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ച് ബൈ.